സച്ചേട്ടാ, ഇനിയിപ്പോ ദേഷ്യപ്പെട്ടിട്ടോ അവനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ അവനെ അഭിനന്ദിക്കണോ? കേട്ടില്ല താൻ? ആതിരെ വേണമെങ്കിൽ അവൻ ഡിവോഴ്സ് ചെയ്യാന്ന്. ഇങ്ങനെയൊക്കെ പറയുന്ന അവനോട് ഞാൻ സ്നേഹത്തിൽ സംസാരിക്കണോ, വാത്സല്യത്തോടെ പെരുമാറണോ? ആദ്യം ഞാൻ പറയുന്ന സച്ചേട്ടൻ ഒന്ന് കേക്ക്. ഇത്രയും നാൾ ഇന്ന് രാവിലെ വരെ സന്ദീപ് ഇങ്ങനെ ആയിരുന്നോ? ഞാൻ കണ്ടിട്ടും അറിഞ്ഞിട്ടും മാസങ്ങളെ ആയിട്ടുള്ളൂ. സച്ചേട്ടൻ കുഞ്ഞിലെ മുതലേ അവനെ കാണുന്നതല്ലേ. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും സന്ദീപിനെ ഈ അവസ്ഥയിൽ സച്ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല, എനിക്കറിയാതെ. അർച്ചന, അവൻ പറഞ്ഞു കേട്ടില്ലേ, അനഘയുടെ ജീവൻ വെച്ചൊരു പരീക്ഷണം നടത്താൻ അവന് വയ്യെന്ന്. അനഘ അങ്ങനെ ഒരു അബദ്ധം കാണിച്ചത് ഇവന്റെ ആതിരയുടെയും വിവാഹം കഴിഞ്ഞ കാര്യം അവൾ അറിയാത്തതുകൊണ്ടാ. അതറിയുമ്പോ അവൾ വീണ്ടും ചിലപ്പോ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നിരിക്കും എന്ന് കരുതി അത് പേടിച്ചിട്ട് ബാക്കി നടന്ന കാര്യങ്ങൾ മുഴുവൻ മറന്നൊരു തീരുമാനം എടുക്കുകയാണോ ഇവൻ ചെയ്യേണ്ടത്? അച്ഛനോടെല്ലാം ഏറ്റുപറഞ്ഞ് അതിനൊരു സൊല്യൂഷനല്ലേ കാണേണ്ടത്? ചിലപ്പോ അതിന് പറ്റുന്നൊരു സാഹചര്യത്തിലല്ല അവനുള്ളതെങ്കിലോ? ഇന്ന് രാവിലെ നിന്ന നിൽപ്പിൽ അവന്റെ മനസ്സ് മാറിയെങ്കിൽ അത് അവന്റെ മാത്രം ആലോചനയിൽ വന്ന ഒന്നല്ല. എനിക്ക് ഉറപ്പുണ്ട്, സന്ദീപ് ഒറ്റയ്ക്ക് വേഗം എല്ലാം മറന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കില്ല. ആ അജയൻ സന്ദീപിനെ കെട്ടിയിട്ട് തല്ലിയപ്പോ പോലും, മരിക്കുമെന്ന അവസ്ഥയിൽ പോലും ആതിരെ ഇഷ്ടമില്ലെന്നൊരു വാക്ക് അവന്റെ നാവിന്ന് വന്നിട്ടില്ല. ഇന്നവൻ നമ്മളോട് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതിന് രണ്ടാമതൊരു ആലോചനയുടെ ആവശ്യമില്ല. അവനെ ആരോ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ അനഘയുടെ കാര്യം മാത്രം പറഞ്ഞായിരിക്കില്ല. ഈ വീട്ടിലെ ഓരോരുത്തരുടെയും ജീവൻ വെച്ചുള്ള ചെറുതല്ലാത്തൊരു ബ്ലാക്ക്മെയിൽ. അവൻ ആരോടൊന്നും പറയാത്തതാ. എന്നോട് ഇതേപ്പറ്റി അവൻ രാവിലെ പറഞ്ഞിരുന്നു. അവനാരോ വിളിച്ചിരുന്നുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും. പക്ഷേ ഞാനത് ഇവനാരോ പറ്റിക്കുകയും ചെയ്തതാണെന്ന് കരുതി നിസ്സാരമാക്കിയെടുത്തു. പക്ഷേ അതത്ര നിസ്സാരമാക്കി എഴുതി തള്ളാൻ പറ്റിയൊരു കോളല്ല സച്ചേട്ടാ. എങ്കിലതവൻ എന്നോട് പറയണ്ടേ? അതിന് പരിഹാരം ഞാൻ കാണില്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്താ സംഭവം? അയ്യോ, അതൊന്നും വേണ്ട. ചോദിച്ചാ അവനത് പറയാനും പോകുന്നില്ല. അവൻ അത്രയ്ക്ക് ഭയപ്പെടുന്നുണ്ട്. എനിക്കിപ്പോഴും ഇതൊക്കെ വിശ്വസിക്കാൻ പാടാണ്. ഈ നാട്ടിൽ എന്താ പോലീസ് ഒന്നുമില്ലേ? അതും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പേടിക്കാൻ മാത്രം എന്താ? അവനത് തന്നോട് വെറുതെ പറഞ്ഞതാവും. അനഘയുടെ ആത്മഹത്യാ ശ്രമവും അതുമൂലം ഉണ്ടായ പ്രശ്നവും കാരണം അവൻ ശരിക്കും പേടിച്ചിട്ടുണ്ട്. പണ്ടേ എന്തെങ്കിലും ചെറിയ കാര്യം മതി അവന് വിറയിൽ വരാൻ. അതാണ് നമ്മുടെ പ്രശ്നവും അവരുടെ വിജയവും. വിളിക്കുന്നവർക്കും ഭയപ്പെടുത്തുന്നവർക്കും അറിയാം ഇത് സന്ദീപ് വഴി ചെയ്താലേ അവരുടെ ആവശ്യം നടക്കൂന്ന്. ഈ വീട്ടിൽ വേറെ ആരെ വിളിച്ചാലും ആരും ഗൗരവത്തിലെടുക്കാത്തൊരു വിഷയം സന്ദീപിലൂടെ ഗൗരവമാക്കി അവനെ ഭയപ്പെടുത്തി നിസ്സാരമായി അവര് സാധിച്ചെടുക്കും. ഇതുവരെയുള്ള അവരുടെ കണക്കൂട്ടില് എല്ലാം ശരിയായി വന്ന സ്ഥിതിക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ താൻ പറയുന്ന പോലാണെങ്കിൽ ആരായിരിക്കും? കൃത്യമായ തെളിവൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഉറപ്പിക്കാനാവില്ല. എങ്കിലും ഒന്നു മാത്രം അറിയാം, ഈ വീടിനെ കുറിച്ചും ഇവിടെ ഉള്ളവരെ കുറിച്ചും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കും ഇതിന് പിന്നിൽ.